ഗുഡ് ഈവനിങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ലോകമെമ്പാടുമുള്ളവർ, പല മേഖലകളിലുള്ളവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മനസ്സിലെങ്കിലും ഒരു കത്ത് എഴുതാതിരിക്കില്ല. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. എത്രയും ബഹുമാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് വായിച്ചറിയാൻ ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അങ്ങൊരു ദിനചര്യ പോലെ ഈ അണ്ടകടാഹത്തിന്റെ അവിടെയും ഇവിടെയും ഒക്കെ കിടക്കുന്ന അടിയങ്ങൾക്ക് താരിഫിനുമേൽ താരിഫും പിഴയും ഒക്കെ ചുമത്താറുണ്ടല്ലോ. ഞങ്ങളും ഞങ്ങളുടേതായ ടൈം സോണുകളിൽ ഇന്ന് എന്താണാവോ അങ്ങ് ഞങ്ങൾക്കായി കാത്തുവെച്ചിരിക്കുന്നതെന്ന ചിന്തയോടെയാണ് കണ്ണും തിരുമി എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് പല്ലുപോലും തേക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങയുടെ ട്രൂത്ത് സോഷ്യലിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ്. തമ്പുരാനെ, ഇന്നിപ്പോ എന്താണാവോ ആർക്കാണാവോ പണി കിട്ടിയിരിക്കുന്നതെന്ന ആവലാതിയിൽ. എന്താല്ലേ, ലോകാരോഗ്യ സംഘടനയിലും യൂണിസെഫിലും ഒക്കെ കൈയയച്ച് സംഭാവന നൽകി അങ്ങ് ആഫ്രിക്കയെയും മറ്റ് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള രാജ്യങ്ങളെയും ഒക്കെ സഹായിച്ച് വിശാല മനസ്കരെന്ന് പേരുകേട്ട അമേരിക്കയാണ് ഇപ്പോൾ സ്വാർത്ഥരും സ്വസ്നേഹികളും എന്ന ചിത്രം ഞങ്ങൾക്ക് വരച്ചിട്ട് തരുന്നത്. പലർക്കും ജോലി തന്നിരുന്ന അങ്ങയുടെ രാജ്യം ഇപ്പോൾ പണി തരുന്ന രാജ്യമെന്നാണ് പിള്ളേര് വരെ പറയുന്നത്. പണി.com എന്നൊരു ഡൊമൈനിലേക്ക് അങ്ങനെ അമേരിക്കയെ പറിച്ചു നടുകയാണ് ലോകം. അധികാരത്തിലേറി വെറും ഡബിൾ സെഞ്ചുറി ഡേയ്സ് അഥവാ 200 ദിവസം തികച്ചപ്പോഴേക്കും അങ്ങുണ്ടാക്കിയെടുത്ത മേക്ക് ഓവർ കൊള്ളാം. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ അരിയും പലവ്യഞ്ജനവും ഒക്കെ എവിടുന്ന് വാങ്ങണമെന്നെങ്കിലും തീരുമാനിക്കാനുള്ള മിനിമം അവകാശം അങ്ങ് ഞങ്ങൾക്ക് തരണം. അപ്പാവികളാണ്. അടുത്തുള്ള കടയിലോ ഡിസ്കൗണ്ട് കിട്ടുന്ന കടയിലോ പരിചയക്കാരുടെ കടയിലോ നിന്നൊക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന പഴക്കമാണുള്ളത്. അതിനൊന്നും ഞങ്ങൾക്ക് പിഴയിടരുത് പ്ലീസ്. ഞങ്ങൾ ആരും അങ്ങയോട് അങ്ങനെ പറയുന്നില്ലല്ലോ. അതോ ഇനി ഞങ്ങളൊക്കെ ഉറങ്ങിക്കിടന്നപ്പോൾ ഞങ്ങളുടെ രാജ്യമൊക്കെ അങ്ങ് വാങ്ങിയോ? എന്തായാലും അങ്ങ് നല്ല ഒന്നാം തരം ബിസിനസ്സുകാരനാണെന്നും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ അമേരിക്കയ്ക്കും പണിയാകുമെന്നും അങ്ങേക്കും നന്നായി അറിയുന്നത് കൊണ്ട് ഇതൊക്കെ വേഗം അങ്ങ് സെറ്റിൽ ചെയ്യുമെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പറ്റിക്കാനായാലും ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് ഭൂഗോളത്തിന്റെ മറ്റൊരു മൂലക്കിരിക്കുന്ന ഒരു മനുഷ്യൻ ഒപ്പ്. ഒരു സാമ്പത്തിക സുനാമിക്ക് വേണ്ടതൊക്കെ ഒരുക്കിയ ട്രംപ് ശരിക്കും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു. സ്പെയിനും സ്വിറ്റ്സർലൻഡും ഒക്കെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളറിന്റെ ഇടപാടുകൾ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു. മറ്റുള്ളവരും അത് ചിന്തിക്കുമ്പോൾ ശരിക്കും പണി കിട്ടുന്നത് ആർക്ക്? പുറമെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ബഡിയായ പുടിനെ കാണാനായി ട്രംപ് എത്തുമ്പോൾ എന്താവാം മനസ്സിൽ? ഇതൊക്കെയാണ് ഇന്ന് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ചിന്തിക്കുന്നത് ട്രംപിനും റഷ്യയ്ക്കുമിടയിൽ. ഇന്നത്തെ എന്റെ അതിഥികൾ രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, ഫിലിം മേക്കറും സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയുമായ ഡോക്ടർ ടോം ജോർജ് കോലത്ത്, ഫൊക്കാന പ്രസിഡന്റും അമേരിക്കൻ രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ സജിമോൻ ആന്റണി എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം രാഹുൽ ഈശ്വറിലേക്കാണ്. രാഹുൽ, അമേരിക്കയിൽ ഭരണത്തിലെത്തി 200 ദിവസം ട്രംപ് തികയ്ക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകം ഇങ്ങനെ കണ്ടും കേട്ടും വിശകലനം ചെയ്തും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ രാഹുലിന്റെ മനസ്സിൽ എന്താണ്? നമ്മൾ അമേരിക്കയുടെ ഒരു സാധാരണ പാർട്ണർ അല്ല. നമ്മൾ വിശ്വസിച്ചിരുന്നതും അമേരിക്കയും ഇന്ത്യയും പൊതുവെ പറഞ്ഞിരുന്നതും നമ്മളൊരു സ്ട്രാറ്റജിക് പാർട്ണറാണ്. ചൈനയ്ക്കെതിരെയുള്ള ഒരു കൗണ്ടർ ബാലൻസ് ആയി ഇന്ത്യയെ കൊണ്ടുവരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം 21ാം നൂറ്റാണ്ടിനെ നിർവചിക്കും തുടങ്ങിയ രീതിയിലായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ, മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഔട്ട് ഓഫ് ദി വേ പോയി പ്രൊമോട്ട് ചെയ്യുകയും പൊതുവെ എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടിയോട് കോർ വോട്ടേഴ്സ് ഒന്നുമല്ല ഇന്ത്യൻ വോട്ടേഴ്സ്, എന്നിരുന്നാൽ പോലും അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് നേരിട്ടും അല്ലാതെയും ഒക്കെ ശ്രീ നരേന്ദ്രമോദി മൈ ഫ്രണ്ടായ ട്രംപിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് അതൊരു ഹിറ്റ് ഓൺ ദി ബാക്കായി കിട്ടിയതായി തന്നെയാണ് തോന്നുന്നത്. അത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. കാര്യം ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഡെമോക്രസി എന്ന വിശേഷണമുള്ള 200 വർഷങ്ങളിലധികം ഡെമോക്രസിയായ അമേരിക്കയും ലാർജസ്റ്റ് ഡെമോക്രസിയായ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ 20-30 വർഷങ്ങളിൽ ഏറ്റവും തെറ്റി നിൽക്കുന്ന അവസ്ഥകളിൽ ഒന്നിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് വിഷമകരമായ കാര്യമാണ്. ഇന്ന് ശ്രീ ശശി തരൂർ അടക്കം NDTV പോലുള്ള പ്രമുഖ മാധ്യമങ്ങൾ എഴുതിയതുപോലെ ഇതൊരു നെഗോസിയേഷൻ ടാക്ടിക് ആണോ എന്നറിയില്ല. പക്ഷേ ഇന്ത്യ കൂടുതൽ ബ്രിക്സിലേക്ക് അടുക്കുകയും റഷ്യ, ചൈന, ബ്രസീൽ അടക്കമുള്ള ആ ആംബിറ്റിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് ഒരു റൈറ്റ് ലീനിങ് എന്ന് പൊതുവെ വിളിക്കുന്ന റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഹെഡ് ചെയ്യുന്ന ഗവൺമെന്റ് ഒരു വശത്തും മറുവശത്ത് ഒരു റൈറ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന BJP ഇവിടെയും ഒക്കെ ആകുമ്പോൾ ഒരു പുതിയ ആക്സിസിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് കരുതിയത്. നരേന്ദ്രമോദിജി അത് ബാലൻസ് ചെയ്താണ് കൊണ്ടുപോയെങ്കിലും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു ഇറാറ്റിക്കായ ബിഹേവിയർ ശരിയാണോ എന്ന് ഒരുപക്ഷെ അമേരിക്കൻ ജനതയും കൂടി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ബുള്ളി എന്ന് പറയുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത് ശരിയല്ല. കാര്യം അമേരിക്ക പല കാര്യങ്ങളിലും വി ഓൾവേസ് ബിലീവ് അമേരിക്ക ഈസ് ദ ലീഡർ ഓഫ് ദി ഫ്രീ വേൾഡ്
ഒരു ഡെമോക്രാറ്റിക് നേഷൻസിൻ്റെയോ ലിബറൽ ഡെമോക്രസിയുടെയോ ലീഡറാണ് അമേരിക്ക. അങ്ങനെ അമേരിക്ക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പേർക്ക് ആദരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കളെ പോലെയല്ല. പക്ഷേ ഇന്ത്യക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ്. ഇന്ത്യയും നമ്മുടെ താല്പര്യങ്ങൾ എടുക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടെ, എല്ലാ ബഹുമാനത്തോടെയും കൂടി പല കാര്യങ്ങളും ഇപ്പോഴും റഷ്യയിൽ നിന്ന് അമേരിക്ക മേടിക്കുന്നുണ്ട്. എസ്പെഷ്യലി അവരുടെ ന്യൂക്ലിയർ ടെക്നോളജിക്ക് അടക്കമുള്ള പല കാര്യങ്ങളും, യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് അടക്കമുള്ള കാര്യങ്ങൾ, പലേഡിയം അടക്കമുള്ള കാര്യങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, ഇത്തരം പല കാര്യങ്ങളും ഇപ്പോഴും പല കാര്യങ്ങളും ഇമ്പോർട്ട് അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സിംഗിൾ ഔട്ട് ചെയ്യുകയും ബ്രസീലിനോടൊപ്പം സിംഗിൾ ഔട്ട് ചെയ്യുകയും മറ്റും ചെയ്തത് വളരെ വിഷമകരമാണ്. ലോങ് ടേമിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. ഇതൊരു നെഗോസിയേഷൻ ടാക്ടിക് മാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രീ ടോം ജോർജ് കോലത്ത് വർഷങ്ങളായി അമേരിക്കയിൽ ബിസിനസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഗ്യാപ്പും ആമസോണും വാൾമാർട്ടും ഒക്കെ ഇന്ത്യൻ ബിസിനസ്സുകാരോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തേക്കൊന്നും കയറ്റിവിടണ്ട, ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് കയറ്റിവിട്ടാൽ മതി. 43,000 കോടി രൂപയുടെ സാധനങ്ങളാണ് കെട്ടിക്കിടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് 16 മുമ്പ് ഇവിടെ നിന്ന് വിട്ടില്ലെങ്കിൽ അവിടെ എത്തില്ല. നാമക്കൽ മുട്ടകൾ 20 കോടി രൂപയുടെ മുട്ടകളാണ് നാമക്കല്ലിൽ തമിഴ്നാട്ടിൽ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ അവിടെയും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തി ഉപയോഗിക്കുന്നവരുണ്ടല്ലോ. അവർക്ക് എത്രയും വേഗം അത് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് ഒക്കെ പൂട്ടിക്കെട്ടി ഇവിടെ വന്ന് വീണ്ടും സിനിമാ നിർമ്മാണം ഒക്കെ തുടക്കേണ്ടി വരുന്ന കാര്യമൊക്കെ ആലോചിക്കേണ്ടി വരുമോ? ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഐഫോണുകൾക്ക് കറി ലീഫിന്റെ മണമാണ് എന്ന് പരിഹസിക്കുന്ന ഒരു രാജ്യത്തിന് കിട്ടിയ ഒരു നല്ലൊരു മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണ പറഞ്ഞ പോലെ ഇന്ത്യ എന്റെ ജന്മഭൂമിയാണെങ്കിലും ഇതെന്റെ കർമ്മഭൂമിയാണ്. പെറ്റമ്മയും അതുപോലെ തന്നെ പോറ്റമ്മയും. എങ്കിലും നമുക്ക് എല്ലാവർക്കും പെറ്റമ്മയോടായിരിക്കുമല്ലോ കുറച്ചുകൂടി സ്നേഹം. സോ എനിവേസ്, ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് കാണേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ അവകാശമാണ് എത്ര ഇമ്പോർട്ട് ടാക്സ് ഒരാളെ ചാർജ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ബിൽ ചെയ്യണമെന്ന്. ആ സമയത്ത് വാട്ട് ഇന്ത്യ ആ ഒരു സമയത്ത് വന്ന് സംസാരിച്ച് ചാലഞ്ച് ചെയ്യേണ്ടടുത്ത് ചാലഞ്ച് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ നല്ല ബാർഗൈനിങ് പവറുള്ള ഒരുപാട് നല്ല മിടുക്കന്മാരായ, ബാർഗൈൻ ചെയ്യാൻ ഇന്ത്യയുടെ അത്രയും ടോപ്പ് ലെവലിൽ വേറെ ആർക്കും വരാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് റിയലി ലൈക്ക് അത് US-നോട് ആ ചാലഞ്ച് ചെയ്ത ആ ഒരു സന്ദർഭത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും I believe it was a little premature ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം we should have taken more effort to negotiate and resolve this issue. അതിലുള്ള ഒരു പ്രശ്നം, ഇടയ്ക്ക് ഒന്ന് ഇടപെടുക, അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ താരിഫ് നിശ്ചയിക്കാനുള്ള അവകാശം അമേരിക്കയ്ക്കുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ. കാരണം റഷ്യ നമുക്ക് അടുത്ത് കിടക്കുന്ന രാജ്യമാണ്, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ട്രംപിനെ പോലെ ഞങ്ങൾക്കും ജീവിച്ചു പോകണ്ടേ, ഞങ്ങൾക്ക് വരി വാങ്ങിക്കണ്ടേ. അപ്പോൾ അത് തീരുമാനിക്കാനുള്ള അവകാശം, അതില്ലെങ്കിൽ ഞാൻ ഫൈൻ ഏർപ്പെടുത്തുമെന്ന് പറയാൻ അതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു ലോജിക്ക് എന്താണ്? ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ അതിന്റെ റീസൺ എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പൊ റഷ്യ എന്ന് പറയുന്നത്, എനിക്ക് റഷ്യൻ ക്ലയൻസ് ഉണ്ട്, ദേ ആർ സ്റ്റാർവിംഗ് ടു ഡെത്ത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ എവിടെ നിന്ന് ഓയിൽ വാങ്ങിക്കണമെന്നും മെറ്റീരിയൽസ് വാങ്ങിക്കണമെന്നും തീരുമാനിക്കുന്നത് നമ്മുടെയാണ്. അതിനകത്ത് ട്രംപ് പറഞ്ഞത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എങ്കിലും വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? അതിനകത്ത് റഷ്യൻ എക്കോണമിയെ ക്രിപ്പിൾ ചെയ്യണം. റഷ്യയുടെ ക്രിപ്പിൾ ചെയ്തു കഴിഞ്ഞാൽ യുക്രൈനുമായിട്ടുള്ള വാറിന് കുറച്ചൊരു അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു സമാപ്തി വരും എന്നതിന്റെ ഉദ്ദേശത്തിലാണ് ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഇന്ത്യയോട് അത് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇന്ത്യക്ക് അത് ഡെഫിനറ്റ്ലി പറയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ലിസൺ, ഐ എം ഗെറ്റിംഗ് ദിസ് മച്ച് ഓയിൽ ഫ്രം ദിസ് പ്രൈസ്, ക്യാൻ യു ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി? അല്ലെങ്കിൽ താങ്കൾ ക്രൂഡ് ഓയിൽ തരും അതിനേക്കാളും ബെറ്റർ ആയിട്ട്. അങ്ങനെ ഒരു മുന്നോട്ട് ഇപ്പം പീസാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, ലോക സമാധാനമാണ്. ഇപ്പൊ നോക്കുക, ഇത്രയും കുറച്ച കാലങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇൻവോൾവ് ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് വി ഹാവ് എൻ അമേരിക്കൻ പ്രസിഡന്റ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും ആക്റ്റീവായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം റഷ്യയുമായിട്ട്, അല്ലെങ്കിൽ കാരണം ചൈന എന്ന് പറയുന്നത് വേൾഡിന്റെ ഒരു ത്രെട്ടാണ്. അപ്പൊ അതിൽ അവരെന്ത് ചെയ്തു? നിങ്ങൾ 125% താരിഫ് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ 150% താരിഫ് വെക്കും എന്ന് പറഞ്ഞ് അവർ നെഗോഷിയേറ്റ് ചെയ്ത് ദേ കെയിം അപ്പ് വിത്ത് 30%. നമ്മൾ US-ഉം മോഡിജിയുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഇത്രയും വർഷത്തെ നല്ല മേരാ ദോസ്ത് എന്ന് പറഞ്ഞ് നടന്ന ബന്ധം, അത് ലെവറേജസ്, അത് മെറ്റീരിയലൈസ് ചെയ്തിട്ട് നമുക്കൊരു 20 അല്ലെങ്കിൽ 15% കൊണ്ടുവരാമായിരുന്നു. I don't know why India didn't talk about it. ഇപ്പൊ നമുക്ക് ഇനിയും we still have the
ബാർഗെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടെന്നാണ് ഓഗസ്റ്റ് 27 വരെ. നമുക്കൊരു വാള് പൊട്ടിച്ചു കളയാൻ വളരെ എളുപ്പമാണ്. അതിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും നല്ലൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം പെട്ടെന്ന് നശിപ്പിക്കുന്നതിനേക്കാളും ലുക്ക് അറ്റ് അവർ നൈബേഴ്സ്. ബംഗ്ലാദേശ് നമ്മുടെ വേഴ്സ്റ്റ് എനിമിയാണ് ഇപ്പോൾ. ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ്, ചൈന, പാകിസ്ഥാൻ. നമ്മുടെ ഒരു ഇന്റർനാഷണൽ പോളിസി അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഇപ്പം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാക്കുന്ന സമയത്ത് ഐ വിൽ സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളാണ്. ഒന്ന് US-ഉം അതുപോലെ തന്നെ ഇസ്രയേലും. നമ്മൾ ഇതൊക്കെ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ എടുത്തതിന് ശേഷം ട്രംപ് ഈസ് എ ഡീൽ മേക്കർ. സോ ഇന്ത്യ ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ ഇതിനകത്ത് വരണതായ വിക്ടിംസ് ആരാണ്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 5th പൊസിഷനാണ് GDP-യില്. അത് നമ്മൾ 3rd വരാനുള്ള ഒരു സ്ട്രൈവിംഗ് ഫോഴ്സ് ആണ് നമ്മുടെ പുറകിലുള്ളത്. നമ്മുടെ ഓൾ ഇന്ത്യ ഈസ് ടുഗദർ ഫോർ ദാറ്റ്. 3rd വരണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ US എന്ന സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാജ്യം 70 രാജ്യങ്ങളുമായിട്ട് താരിഫ് സൈൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് US. 70 കൺട്രീസ്. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ ഷുഡ് ടേക്ക് എ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നുവെങ്കിൽ ഇറ്റ് വിൽ ബെനിഫിറ്റ് ഫോർ അസ്. നമ്മളൊരു ബിഗർ പിക്ചറിൽ കാണുക. ഇതിനകത്ത് ഇപ്പൊ വിക്ടിംസ് ആവാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആണ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, നമ്മുടെ സോഫ്റ്റ്വെയർസ് ആണ്, നമ്മുടെ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് ആണ്. സാധാരണ ജനങ്ങൾ ഇപ്പം സാധാരണ 9 to 5 ജോലി ചെയ്യുന്ന ഒരു ആളിനെ അത് ബാധിക്കത്തില്ല. അവർക്ക് അതിന്റെ റിയൽ ഹാർഡ് കോർ റിസൾട്ട്സ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നോക്ക്, നമ്മുടെ ഇന്ത്യ സൗത്ത് പോളിൽ ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് കൺട്രിയാണ്. വി ആർ സോ പ്രൗഡ് ഓഫ് ദം. അവർ ടെക്നീഷ്യൻസ്, അവർ IT പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ജസ്റ്റ് നോട്ട് എ മെമ്പർ, ദേ ആർ ലീഡേഴ്സ്. ഇവിടെ സുന്ദർ പിച്ചായി അല്ലെങ്കിൽ അതുപോലെ തന്നെ സത്യ അതുപോലെ എല്ലാവരും ഇന്ത്യയുടെ ലീഡേഴ്സ് ആണ്. ഇന്നോവേറ്റീവ്. വി ആർ ഷെയറിംഗ് അവർ ഇന്റലക്ച്വൽസ് ടു ദിസ് കൺട്രി. ഇന്ത്യ ഇല്ലാതെ US-നും US ഇല്ലാതെ ഇന്ത്യക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പൊ വി ഷുഡ് നോട്ട് ക്രിയേറ്റ് ഫ്രിക്ഷൻ. വി ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. ബിഗർ പിക്ചർ. ഇന്ത്യ വിൽ ഗ്രോ. 2010 നമ്മൾ നോക്ക്, ചൈന എവിടെ കിടന്നാണ്? Where are they now? They are the manufacturing hub of the world today. So ഇന്ത്യക്കും അതുപോലെ വരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ത്യ ഷുഡ് ഹാവ് ടേക്കൺ a little bit more cautious ആയിട്ട് അത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു ബെറ്റർ പോളിസിയിൽ വരികയായിരുന്നെങ്കിൽ nobody can touch India and US and Israel together. Nobody can touch India. അതാണ് എന്റെ ടേക്ക്. ഓക്കെ, പറ്റുമായിരുന്നല്ല, പറ്റും ടോമേ. എന്തായാലും നമുക്ക് ഇതൊക്കെ ട്രംപിൻ്റെയും ഒരു തന്ത്രം തന്നെയാണ്. ഒരു 10-20-25 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തന്നെ ഇതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ 2 കാര്യം. ഒന്ന്, ഈ ലോക സമാധാനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോൾ ലോകം മുഴുവൻ സമാധാനക്കേട് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ സജിമോൻ ആൻ്റണി, ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇതാണ് നമ്പീശൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ രാജ്യങ്ങൾക്കും താരിഫിന് മേൽ താരിഫ്, പിന്നെ ഇന്ന് വരെ കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിൽ മറ്റൊരു രാജ്യത്തിന്മേൽ പിഴ ഈടാക്കുന്നു, അതും വേറൊരു രാജ്യത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്ന പേരിൽ. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ട്രംപ് പുടിനെ കാണുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. തീർച്ചയായും താരിഫ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. കാരണം റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പിഴ ചുമത്താൻ ആലോചിക്കുന്നു, പിഴ ചുമത്തുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉള്ളിൽ പുറമെ എന്തൊക്കെ പറഞ്ഞാലും ട്രംപും പുടിനും ഉള്ളിൽ ചങ്ങാതികളാണെന്നുള്ള കാര്യം പരസ്യമായ ഒരു രഹസ്യമാണ്. അപ്പോൾ പുടിനും ട്രംപും കാണാനിരിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുമോ? കൃഷ്ണ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് കണ്ട ഒരു മൂവിയുടെ ക്ലിപ്പാണ്. അതിനകത്ത് ഹീറോയ്ക്ക് ഒറിജിനൽ വൈഫും ഉണ്ട്, അതേസമയം ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഒരു സാഹചര്യത്തില് ഒരു എയർപ്ലെയിനിൽ വെച്ചിട്ട് ഹീറോയ്ക്ക് സ്വന്തം വൈഫിനെയും സ്വന്തം ഗേൾ ഫ്രണ്ടിനെയും ഒരേ സമയം ഡീൽ ചെയ്യേണ്ട ഒരു ഗതികേട് വരികയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ടാരിഫിന്റെ വിഷയങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രംപ് ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ടാരിഫ് ഈസ് ടാക്സ്. അത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അതിന്റെ ഒരു എൻഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ എൻഡ് അറ്റാക്ക് അല്ലെങ്കിൽ ഇമ്പാക്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ മേളിലാണ്. ആ സാധാരണ ജനങ്ങൾക്ക് അത് ടാക്സ് എന്ന രൂപത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ ടോം പറഞ്ഞതിനും രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഒരു പരിധി വരെ യോജിക്കുന്നു. എന്നാൽ ടോം വളരെ ബുദ്ധിമുട്ടെന്ന് കണ്ട് ട്രംപിനെ ഇത്തവണ ന്യായീകരിക്കുന്നതിൽ എന്ന് ഞാൻ തമാശ രൂപയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ പല പോളിസികളും ചില സമയത്ത് നമുക്ക് ശരിയാണ് എന്ന് തോന്നുമെങ്കിൽ പോലും അതിന്റെ ആ ഒരു ഇംപ്ലിമെന്റേഷന്റെ രീതി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്.
ഈവൻ നമ്മുടെ അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻ ഫ്രണ്ട്സ് പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഡെമോക്രാറ്റിക് ആൾക്കാരാണെങ്കിലും പറയുന്നുണ്ട്, ട്രംപിന്റെ ചില പോളിസികൾക്ക് നമ്മോടൊക്കെ വിയോജിപ്പില്ല, എന്നാൽ അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതി, അവതരിപ്പിക്കുന്ന രീതി തെറ്റായിട്ടാണ്, അല്ലെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഞാൻ ഓണസ്റ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, അമേരിക്കയ്ക്ക് 2.8% ടാരിഫിന്റെ ഒരു ഇമ്പാക്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ 40, 50, 60, 70, 100, 150% പോലും ടാക്സുകൾ നേരത്തെ ഉണ്ടായിരുന്നു, ടാരിഫുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതിനൊന്ന് റീബാലൻസ് ചെയ്യാനായിട്ട് ഈ രീതി ആയിരുന്നു നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടിപ്പിൾ ഒപ്പീനിയൻ ഉണ്ട്, മൾട്ടിപ്പിൾ സ്ട്രാറ്റജികൾ വരുന്നുണ്ട്. ഈ ആസ് വി സ്പീക്ക് നൗ ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും റഷ്യയും എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് മെയിൻ പ്രശ്നം. 2-3 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് റഷ്യയുടെ എണ്ണയുടെ കാര്യത്തിലുള്ള ഡിപ്പെൻഡൻസി വളരെ കുറവായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് 2-3% അത് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ടാണ് ഏകദേശം 30% കൂടിയത് എന്ന് പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നേരെ ഇന്ന് ഇരുട്ട് വെളുക്കുന്നതോട് കൂടി ഇത് ലോകം അവസാനിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഈ 25%, 50% ഒക്കെ ഒരു ഹാർഡ് ബോൾ പ്ലേ ചെയ്യുകയാണ് രണ്ട് സൈഡിൽ നിന്ന്. അതോടൊപ്പം ട്രംപ് 25-50 ആക്കുമ്പോൾ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഒരു ഹാർഡ് ബോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ചൈനയുമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നു, വിസിറ്റുകൾ വരുന്നു, ചില വിസിറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു അമേരിക്കയുമായിട്ടുള്ള, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ രണ്ട് രാഷ്ട്രങ്ങളും കട്ടയ്ക്ക് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒരു കോമ്പറ്റീവ് ആയിട്ടുണ്ട് ഗോതയിൽ ഫൈറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എൻഡ് ഓഫ് ദ ഡേ there is going to be negotiation. എൻഡ് ഓഫ് ദ ഡേ ടോം മുമ്പ് പറഞ്ഞ അവർക്ക് 15-നും 20-നും ഇടയ്ക്ക് ഒരു ശതമാനത്തിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് 10% സെറ്റിൽ ആയിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളുമായിട്ട് 10%, 20% സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അമേരിക്കൻ ജനത ഇതിനെ എങ്ങനെ നോക്കി കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60-65% അമേരിക്കൻ ജനതയും ഇത് വേ ട്രംപ് ഹാൻഡ്ലിംഗ് ദിസ് ടാരിഫ് ടാക്സ് ഇഷ്യൂ അവർ ഡിസപ്രൂവ് ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ ഈശ്വർ, ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്നത് പോലെ രണ്ട് സൈഡിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവിടെ നിന്ന് സ്ഥിരമായി വില കുറഞ്ഞ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, ഔഷധങ്ങൾ ഉൾപ്പെടെ, അമേരിക്ക ഔഷധങ്ങൾക്കായിട്ട് വളരെയധികം ആശ്രയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വില കൂടുന്നത് അമേരിക്കക്കാർക്കും തിരിച്ചടിയാകും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പോലെ അവിടെയും സംഭവിക്കും. ഇപ്പം സ്പെയിൻ ആണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും F-35 ഒക്കെ വാങ്ങിക്കാനുള്ള $1 ബില്യൺ കരാറാണ് റദ്ദാക്കിയത്. മറ്റു രാജ്യങ്ങളും കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിന് മാത്രമല്ല, ഇത് രണ്ടാൾക്കും പ്രശ്നമാകും. പക്ഷേ ഈ റഷ്യയുമായി ഒരു സമവായത്തിനോ അതല്ലെങ്കിൽ യുദ്ധം നിർത്താനോ ഒക്കെ ഒരു ശ്രമം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് ഏകദേശം എന്നത്തേക്ക് ഒരു സെറ്റിൽമെന്റിലേക്ക് വരുമെന്ന് രാഹുൽ കരുതുന്നു? ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം ശ്രീ രാജ്നാഥ് സിംഗിന്റെ വിസിറ്റ് ക്യാൻസൽ ചെയ്തു എന്നാണ്. ചില മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. രാജ്നാഥ് സിംഗിന്റെ വിസിറ്റിൽ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആയുധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മേടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, അത് മാറിയെന്നും ഇല്ലെന്നും ഉള്ള റിപ്പോർട്ട്സ്, കോൺട്രഡിക്ടറി റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഡിഫൻസ് പർച്ചേസസ് തൽക്കാലം അൺഅഫക്റ്റഡ് ആണ്. ഇത് രണ്ട് രാജ്യങ്ങളും ചെയ്യുന്ന പബ്ലിക് റിലേഷൻസോ മീഡിയ റിലേഷൻസ് എക്സൈസോ ഒക്കെ ആയിരിക്കാം സമ്മർദ്ദവും മറ്റും ചെലുത്താനായിട്ട്. എവിടെയാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദി, ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ, US, ഇസ്രായേലിൽ വന്നപ്പോൾ സോഷ്യൽ പോളിസീസും ഇക്കണോമിക് പോളിസീസും പ്രത്യേകിച്ച് റൈറ്റ് ലീനിങ് ഗവൺമെന്റ്സിന്റെ അലൈൻഡ് ആയി എന്നൊരു ധാരണ പലപ്പോഴും ലോകത്തിനുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ലെഫ്റ്റ് ഓഫ് സെന്റർ നിൽക്കുന്നവരെ, ഡെമോക്രാറ്റുകളെ, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ, ലെഫ്റ്റ് ലിബറൽസിനെ ഒക്കെ വളരെ പ്രൊവോക്ക് ചെയ്തൊരു വിഷയവുമാണ്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു സെന്റർ ടു റൈറ്റ് അല്ലെങ്കിൽ സെന്റർ റൈറ്റ് പൊസിഷൻ നിന്നുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്ക റഷ്യയുടെ പേരിൽ ഇന്ത്യയുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുന്നത് ലോകത്താകമാനം ഒരു മൊമെന്റം ബിൽഡ് ചെയ്യാനായിരിക്കാം. ട്രംപിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ ട്രംപ് പല കാര്യങ്ങളും മൊമെന്റം ബിൽഡ് ചെയ്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ദോഷങ്ങൾ ദൂരവ്യാപകമായി രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാവും. ട്രസ്റ്റ് ഡെഫിസിറ്റ് പലപ്പോഴും ഉണ്ടാകും, ഒരു ഇൻട്രസ്റ്റ് അലൈൻമെന്റ് ഉണ്ടാകില്ല. ഇനിയും ഈ ഏതെങ്കിലും രീതിയിൽ വാറ് തീർന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് താരിഫും മറ്റും കുറയ്ക്കുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഇത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിലെ ഒരു ക്രിട്ടിക്കൽ ജങ്ചറാണ്. ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് കാത്തിരുന്ന് കാണണം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ. ടോം ജോർജ്, ഇപ്പം നമ്മൾ അമേരിക്ക ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറയുമ്പോൾ ആദ്യമേ യുക്രൈനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ, യുക്രൈനിൽ യുദ്ധത്തിൽ പിടഞ്ഞു വീഴുന്നവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അമേരിക്ക റഷ്യയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, ഇനി നിങ്ങളും ചെയ്യണമെന്ന് പറയും. അത് ചെയ്തിട്ടില്ല. ഇനി മൈക്രോസോഫ്റ്റിനോടും ഗൂഗിളിനോടും ആപ്പിളിനോടും ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ തൊഴിൽ കൊടുക്കരുതെന്ന്. അപ്പൊ ഇതൊക്കെ പോകുന്നത് എങ്ങോട്ടാണ്? ഇത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു സൊല്യൂഷൻ മിക്കവാറും ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത്
India and US is going to come for a solution. And as far as Trump എന്ന് പറഞ്ഞ ഒരു seasoned ആയിട്ടുള്ള ഒരു politician അല്ല, ഒരു businessman. You know, in America, people are celebrating Trump done a biggest trade deal in American history എന്ന് പറഞ്ഞ് celebrate ചെയ്തുകൊണ്ടിരിക്കുകയാണ്. About 70 countries imposed the export tax. Trump, what he exactly did, balanced and reshaped the global trade situation. It's really a money power politics. അതാണ് അദ്ദേഹം ചെയ്തത്. ഇത്രയും നല്ല ഫ്രണ്ട്സ് ആണല്ലോ മോഡിജി. അപ്പൊ അദ്ദേഹമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ റഷ്യൻ എക്കോണമിനെ ഒന്ന് ക്രിപ്പിൾ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ US അദ്ദേഹം പറഞ്ഞു ഇന്നപോലെ ഇന്ത്യയിലുള്ള സിലിക്കോൺ വാലിയിലുള്ള ആൾക്കാരെ വീണ്ടും ഹയർ ചെയ്യരുന്നു. വിതൗട്ട് ഇന്ത്യൻസ് യുനോ ഇവിടുത്തെ ഒരു സിലിക്കോൺ വാലി എന്ന് പറയുന്നത് മുന്നോട്ട് പോകത്തില്ല. സോ Indian technicians അല്ലെങ്കിൽ Indian IT professionals are leaders, not just a participating in tech industryയിലുള്ള ഒരു participators മാത്രമല്ല, അവർ just they are leading the world actually. Indians in the footprints are everywhere. അതുകൊണ്ട് ട്രംപിന് അറിയാം exactly, you know what, we need India. So he is going to, it's like a bargaining chip ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 145, the most populous country in the world. You know, how could America can be avoid a country like that? അതുകൊണ്ട് he is going to come up with negotiate ചെയ്തിട്ട് അതിന് നല്ലൊരു സൊല്യൂഷനിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യുനോ ഈവൻ അത് സാധാരണ അവർ നോ എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന പോലെ ഒരു ഇന്ത്യൻ IT പ്രൊഫഷണൽസിന് ഏകദേശം $1 million വരെ സാലറി ഉള്ള സ്ഥിതിക്ക് we can hire American employees for $200,000. നമ്മൾ we used to say, oh, Indian laborers are cheap എന്ന് പറയും. American laborers are cheap. Indian ഒരു ടോപ്പ് ഒരു ഡയറക്ടർ ഓഫ് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ AI-ലുള്ള ഒരു ലീഡറിന് about $1 million in salary. You can hire 5 individuals. That really balance the unemployment of US. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഗൂഗിളിന്റെ അടുത്തും അതുപോലെ തന്നെ ഐഫോൺ ആപ്പിളിനോടും പറഞ്ഞത് do not hire people. Yesterday, last night, Tim Cook, the founder of Apple, signed an agreement to invest $600 billion. $600 billion. What is that going to say? They are going to take away the people who are manufacturing these items in India or China. They are going to build here in US. So ഇതെല്ലാം ബിസിനസ് ആണ് ടോമേ. കാരണം ഈ പറയുന്നത് പോലെ ആപ്പിൾ CEO ടിം കുക്കിനെയും സമ്മർദ്ദത്തിലാക്കി ആ ടേബിളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എന്റെ സംശയം ഇപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണോ ഭരണാധികാരിയാണോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടോ എന്നാണ്. ശ്രീ സജിമോൻ ആന്റണി, ഒരു സാമ്പത്തിക സുനാമിയുടെ പ്രഭവ കേന്ദ്രമാക്കി അമേരിക്കയെ മാറ്റുകയാണോ ട്രംപ്? അല്ലെങ്കിൽ ആ രീതിയിൽ ഒരിക്കൽ നമ്മൾ കണ്ട അമേരിക്ക കനിവിന്റെയും കാരുണ്യത്തിന്റെയും ഫണ്ട് എവിടെയും ചെലവാക്കി ആരെയും ചേർത്ത് നിർത്തുന്ന അമേരിക്കയായിരുന്നു. ലോക പോലീസ് എന്ന ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു സാമ്പത്തിക ഭൂചലനത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോവുകയാണോ? ക്രിസ്റ്റിന, അത് ഒരു പരിധി വരെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമേരിക്ക ആയത് നമ്മൾ ഇന്ന് പറയപ്പെടുന്ന USAID, NATO, WTO, നാഫ്റ്റ, ഈ പറഞ്ഞ ട്രേഡ് ഡീലുകളും മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു ഉഭയകക്ഷി ബന്ധം കൂടെയാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനകത്ത് പെട്ടെന്ന് ഇതുവരെയുള്ള എല്ലാ പോളിസികളും റോങ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എടുത്ത് പസഫിക് കടലിൽ അല്ലെ അറബിയൻ കടലിൽ എടുത്ത് കളയാ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല അത് ഏത് ഇക്കണോമിക്സിലും അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അങ്ങനെ ഒരു ശാസ്ത്രം വരാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ടോം പറഞ്ഞ് കറക്റ്റ് ആണ്, അങ്ങനെയാണ്. പക്ഷെ അത് എന്തുമാത്രം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈലി ഡിബേറ്റബിൾ ആണ്. വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഒരു മാസത്തെ അമേരിക്കയുടെ ടാരിഫിന്റെ ടാക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 30 ബില്യൺ വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൊത്തം 300 ബില്യൺ ഇൻകമിങ് റവന്യൂ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ആ 300 മില്യൺ എവിടുന്നാണ് വരുന്നത്? ഇന്ത്യയിൽ നിന്നാണോ വരുന്നത്, ചൈനയിൽ നിന്നാണോ വരുന്നത്, അതോ അമേരിക്കക്കാരുടെ തന്നെയാണോ? നമ്മൾ ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ തന്നെ അമേരിക്കക്കാരുടെ തന്നെ പൈസയാണ് വരുന്നത്. സോ വാസ് സെയിം വിത്ത് ഇന്ത്യ ടു. അപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെഡറൽ ഡെഫിസിറ്റ് കുറയ്ക്കുമെന്ന് പറഞ്ഞാണ് ഈ അഡ്മിനിസ്ട്രേഷൻ വന്നത്. അത് വലിയൊരു മുദ്രാവാക്യമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. 30 ട്രില്യന്റെ ഡെഫിസിറ്റ് ഇപ്പൊ ഉയർത്തി 33 ട്രില്യൺ ആയി. അതായത് 3 ട്രില്യൺ തൊട്ട് 5 ട്രില്യൺ വരെ ഈ 4 വർഷം കൊണ്ട് മുന്നേക്ക് പോകുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ പല പോളിസികളും പറയുന്ന രീതിയിലല്ല വരുന്നത്, പറയുന്ന രീതിയിലല്ല ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
ലോകത്തിലുള്ള എല്ലാ ഇക്കണോമിക്സും അഡ്വൈസ് ചെയ്യുന്നത് അത് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഡിപ്ലോമസി കീപ്പ് ചെയ്തുകൊണ്ട് വേണം. മച്ചുവറായിട്ട് ബിഹേവ് ചെയ്യണം, ഇമ്മച്ചുവറായിട്ട് ബിഹേവ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നേക്ക് പോകണം എന്നുള്ള അഡ്വൈസ് ആണ് ലോകത്തിലുള്ള എല്ലാ ഇക്കണോമിക്സും കൊടുക്കുന്നത്. ഈവൻ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ചെയർമാൻ പോലും അവരും ട്രംപും തമ്മിലുള്ള ഡിസഗ്രിമെന്റ് ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെന്ന് പറയാൻ പറ്റത്തില്ല. ട്രംപ് മറിച്ച് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില പോളിസികൾക്കകത്ത് ഇപ്പൊ നമ്മുടെ സുപ്രീം കോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് ഏജൻസികളുണ്ട്. എല്ലാത്തിനും പൊളിറ്റീഷ്യൻ കയറി നിരങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ നിരങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റോങ് മെസ്സേജ് ആണ് പോകുന്നത്. അപ്പൊ ആ ലെവലിലേക്ക് പോവാതെ ഒരു മച്യൂരിറ്റി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇറ്റ് മേ എൻഡ് അപ്പ് ഇൻ എ സാമ്പത്തിക സുനാമി. അല്ലെങ്കിൽ ഇത് പറഞ്ഞു മുടക്കുന്നതിന് മുമ്പ് പറഞ്ഞ മുടക്കി തന്നെ 1-2 ആഴ്ച കൊണ്ട് ഇത് സെറ്റിൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു മച്യൂർഡ് വേയിലുള്ള ബിഹേവിയർ ഉണ്ടാവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ തീരുമാനമാകും. അല്ലെങ്കിൽ ഇതൊരു സാമ്പത്തിക സുനാമിയായി മാറും, അല്ലെങ്കിൽ മാറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നും കൂടി ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ മാത്രമല്ല ഇമ്പാക്ട് ചെയ്യുന്നത്, ഇന്ത്യയെ മാത്രമല്ല ഇമ്പാക്ട് ചെയ്യുന്നത്, എല്ലാവരെയും ഇമ്പാക്ട് ചെയ്യും. ആരും സക്സസ് ആവാൻ പോകുന്നില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിച്ച് ബാഡ് ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെ ആയിരിക്കട്ടെ. എന്തായാലും അത്തരത്തിലൊരു സാമ്പത്തിക സുനാമി ലോകത്തുണ്ടാകാതിരിക്കട്ടെ. ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. എന്തായാലും ഞാനും രാഹുലും ഇപ്പോൾ ശ്രീ സജിമോൻ ആന്റണിയും ഇന്ത്യയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ശ്രീ ടോം ജോർജ്, ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ എന്താണ് വെച്ചിട്ടുണ്ട് എന്ന് നമ്പീശൻ പറയുന്നത് എന്ന് ആ ഒരു ആശങ്കയാണ് ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും. ലോകം അങ്ങനെ ഒരു ആശങ്കയിലേക്ക് പോകാതിരിക്കട്ടെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ടോം ജോർജ് കൊല്ലത്താൻ, ശ്രീ സജിമോൻ ആന്റണി. അപ്പോൾ അമേരിക്ക ഒരു നിറയുള്ള രാജ്യമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റഷ്യയിൽ നിന്നുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങില്ല, അതുകൊണ്ട് നിങ്ങളും വാങ്ങരുതെന്ന് പറഞ്ഞാൽ അല്പം മര്യാദയുണ്ട്. അതെന്തായാലും അമേരിക്ക പറയുന്നില്ല. എന്തായാലും സംഘർഷത്തിലേക്കും വാണിജ്യ യുദ്ധത്തിലേക്കും ഒന്നും ലോകം പോകാതിരിക്കട്ടെ. ഈ ആഴ്ചയിലെ അമേരിക്കൻ ഡയലോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.